ഹലോ എന്റെ ഗർജനശക്തിയുള്ള എന്റെ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ സൂപ്പർ ഹീറോ ഫ്രണ്ട്, ദി കിഡ്സ് ഹെൽപ്പർ കിങ്. ഞാൻ ഒരു സൂപ്പർ ഹീറോയാണ്. ഗർജനത്തോളം ശക്തമായ അറിവുകളുമായി ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ. രാജാവിനെപ്പോലെ പഠിക്കൂ. ദി കിഡ്സ് ഹെൽപ്പർ കിങ്, അറിവിന്റെ രാജാവ്. ഹലോ എന്റെ ഗർജനശക്തിയുള്ള സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഈ ദീപാവലി ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗർജനശക്തിയുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കൂ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഒരു ദിവസം ഒരു ദീപാവലി നാളിൽ ഒരു ചെറുഗ്രാമത്തിൽ നിങ്ങളെപ്പോലെ കുറെ നല്ല കൂട്ടുകാർ ഉണ്ടായിരുന്നു. കുട്ടൂസും മീനുകുട്ടിയും രവിക്കുട്ടനും. നിങ്ങളെപ്പോലെ തന്നെ ഗർജനശക്തിയുള്ള അറിവുള്ളവർ ആയിരുന്നു അവർ. മീനുകുട്ടി കുട്ടൂസിനോട് ചോദിച്ചു, കുട്ടൂസേ, ദീപാവലി എന്നാൽ എന്താ നിനക്ക് അറിയാമോ? നമ്മൾ എന്തിനാണ് വെളിച്ചം പകർത്തിയും പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷിക്കുന്നത്? കുട്ടൂസ് മീനുകുട്ടിയോട് പറഞ്ഞു, അധർമ്മത്തിനു മേൽ ധർമ്മത്തിന്റെയും ഇരുട്ടിനു മേൽ വെളിച്ചത്തിന്റെയും തിന്മയ്ക്കുമേൽ നന്മയുടെയും അജ്ഞതയ്ക്കുമേൽ അറിവിന്റെയും ആത്മീയ വിജയത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഇരുട്ടിന്റെ രക്ഷസന്മാരിൽ നിന്ന് വെളിച്ചത്തിലുള്ള ദൈവങ്ങളുടെ നാടകീയ ദിവസമാണ് ഈ ദീപാവലി. നമ്മുടെ മനസ്സിലെ ഇരുട്ട് വെളിച്ചമായി മാറ്റുന്ന ദിവസം കൂടിയാണ് ഈ ദീപാവലി. രവിക്കുട്ടൻ സന്തോഷത്തോടെ പറഞ്ഞു. ഏയ്, അപ്പോൾ നമുക്കെല്ലാം ഇന്ന് പടക്കങ്ങൾ പൊട്ടിച്ചു ആഘോഷിക്കാം അല്ലേ? ബൂം ബൂം. കുട്ടൂസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ രവിക്കുട്ട, പക്ഷേ ശ്രദ്ധിക്കണം. പടക്കം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. മീനുകുട്ടി വീട്ടിനകത്തുനിന്ന് ഓടിവന്നു. എന്നിട്ട് കൂട്ടുകാരോട് സന്തോഷത്തിൽ പറഞ്ഞു, ഞാൻ വലിയ പടക്കങ്ങളുടെ ബോക്സ് വാങ്ങി. നമുക്ക് ആ തെങ്ങിന്റെ ചുവട്ടിൽ പോയി പൊട്ടിക്കാം. കുട്ടൂസ് പറഞ്ഞു, അരുത് മീനുകുട്ടി, തെങ്ങിൻ ചുവട്ടിൽ പോയി പടക്കങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. തീപ്പൊരി ഉണങ്ങിയ ഇലകളിൽ വീണാൽ തീപിടിക്കും. രവിക്കുട്ടൻ, അയ്യോ, അതു ശരിയാണ്, അത് കൂടുതൽ അപകടം സംഭവിച്ചേക്കാം. നമ്മൾ ദി കിഡ്സ് ഹെൽപ്പർ കിങ്ങിന്റെ കൂട്ടുകാരാണ്, അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി ആലോചിച്ചു കാര്യങ്ങൾ ചെയ്യണം. കുട്ടൂസ് പറഞ്ഞു, അതെ. അതുകൊണ്ട് തന്നെ നമ്മൾ ദീപാവലി അപകടം വരാതെ തന്നെ ആഘോഷിക്കും. കൂട്ടുകാരെ, നമുക്ക് ദീപാവലിക്ക് വേണ്ട ചില സുരക്ഷാ നിയമങ്ങൾ പഠിക്കാം. ഒന്നാമത്, പടക്കം പൊട്ടിക്കേണ്ടത് തുറസായ സ്ഥലത്താണ്. രണ്ടാമത്, വെള്ളമോ മണലോ ഉള്ള ബക്കറ്റ് അടുത്ത് വയ്ക്കണം. മൂന്നാമത്, പടക്കം പൊട്ടിക്കുമ്പോൾ മുതിർന്നവർ ഒപ്പം വേണം. നാലാമത്, പടക്കം ആരുടെയും നേരെ എറിയരുത്, മൃഗങ്ങളുടെ നേരെയും എറിയരുത്. മൃഗങ്ങൾക്ക് അത് പൊട്ടുന്നതും അപകടം ഉണ്ടാക്കുന്നവ ആണെന്ന് അറിയില്ല, അവൻ അതിനടുത്ത് പോകാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ സൂക്ഷിക്കണം, അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ആദ്യം തന്നെ മാറ്റണം. അഞ്ചാമത്, ശബ്ദം കൂടുതലുള്ള പടക്കം ഒഴിവാക്കി നിറമുള്ള ചെറിയ സ്പാർക്ലറുകളും ഉപയോഗിക്കാം. ആറാമത്, പടക്കങ്ങളിൽ തൊട്ടിട്ട് നിങ്ങൾ ഒരിക്കലും കണ്ണിലോ മൂക്കിലോ വായിലോ തൊടരുത്. അത് അപകടമാണ്. അതിനാൽ പടക്കങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഏഴാമത്, ദീപാവലി ദിവസം കഴിഞ്ഞ് നിലത്ത് കിടക്കുന്ന പടക്കസാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുക്കാനോ അത് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലത്തോ നിൽക്കാൻ പാടില്ല, അതിൽ പൊട്ടുന്ന പടക്കങ്ങളും ഉണ്ടായേക്കാം. മീനുകുട്ടി പറഞ്ഞു, കുട്ടുസേ, നീ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരെ വലിയ ആപത്തിൽ നിന്നും രക്ഷിക്കും. ഞാൻ ഇത് എല്ലാവരോടും പറയുകയും ചെയ്യും. കൂട്ടുകാരെ, നിങ്ങളും ഇത് എല്ലാവരോടും പറയണം. രവിക്കുട്ടൻ പറഞ്ഞു, ഞാനും ഇനി വലിയ പടക്കം പൊട്ടിക്കില്ല. ദീപം തെളിയിച്ച് വീട് അലങ്കരിക്കും. അപകടം ഇല്ലാത്ത വർണ്ണ പടക്കങ്ങൾ പൊട്ടിക്കും, അതും സുരക്ഷിതം ഉറപ്പുവരുത്തി. കുട്ടൂസ് പറഞ്ഞു, അതാണ് സത്യമായ ദീപാവലി, സുരക്ഷിതവും സമാധാനപരവും സന്തോഷമുള്ളതും. മീനുകുട്ടി, കുട്ടൂസേ, നോക്ക്, നമ്മുടെ വീടുകൾ എത്ര മനോഹരമായി മിനുക്കുന്നു. രവിക്കുട്ടൻ, പക്ഷേ വലിയ ശബ്ദമില്ല, എല്ലായിടത്തും വെളിച്ചം മാത്രം. ഹാ ഹാ. കുട്ടൂസ് പറഞ്ഞു, ഹാ ഹാ, ശരിയാണ്. ദീപാവലിയുടെ യഥാർത്ഥ വെളിച്ചം പടക്കത്തിൽ നിന്നല്ല, നമ്മുടെ സന്തോഷത്തിൽ നിന്നാണ്. കൂട്ടുകാരെ, ഓർമ്മിക്കൂ, ദീപാവലി വെളിച്ചത്തിനുള്ളതാണ്, ഭയത്തിനല്ല. കൂട്ടുകാരെ, നമുക്ക് സ്നേഹത്തോടും കരുതലോടും കൂടെ ആഘോഷിക്കാം. എല്ലാവരും സുരക്ഷിതമായ ദീപാവലി ആഘോഷിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു. ഹാപ്പി ദീപാവലി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ദി കിഡ്സ് ഹെൽപ്പർ കിങ്, അറിവിന്റെ സിംഹം.